ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ കെ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ റൊളീനിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. റൊളീനിയ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീതാപ്പഴമില്ലേ, അതേ ഫാമിലിയാണ്. അതുമാതിരി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, പക്ഷേ പുറം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഷേപ്പും അതിൻ്റെ കളറും യെല്ലോ കളറാണ്. പിന്നെ നല്ല സ്വീറ്റാണ് ഇത് പഴം. ഞാൻ കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഇത് വെച്ചിട്ടിപ്പോൾ രണ്ടര വർഷമായി. കഴിഞ്ഞ വർഷം ഇത് പൂത്തു, പക്ഷേ അപ്പോഴേക്കും എന്തോ ഒരു ഫംഗസ് ഇത് വന്നിട്ട് മൊത്തം ചെടി അങ്ങനെ നശിച്ചു പോയി. പിന്നെ അഗെയിൻ രണ്ടാം പ്രാവശ്യം വന്നിട്ടുള്ളതാണിത്. ഈ പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട്. വന്ന് നോക്കുക, നിറയെ പൂവാണിതിൽ, നിറയെ പൂവ്. അത് കായ ആയിട്ടില്ല. കായായാൽ അപ്പോൾ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. കാണാൻ നല്ല രസമാണ് അതിൻ്റെ കായ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെടിയും അതിൻ്റെ പൂവും. കണ്ടില്ലേ, ഉള്ളിലൊക്കെ നിറയെ കായയാണ്, പൂവാണ്. ഇതെല്ലാം പഴമാവും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് താഴെയെല്ലാം ഉണ്ട്. കുറേയൊക്കെ പൂവ് വാടിപ്പോകുന്നുണ്ട്. ഇതിൻ്റെ പൂവിന് നല്ല മണമാണ്, നല്ല വാസനയാണ്. പൂവിങ്ങനെ പഴുക്കും ആ സമയത്ത് തന്നെ നല്ല വാസനയാണ്. നല്ല എനിക്കറിയില്ല, ഏതൊരു പൂവിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നല്ല വാസനയാണ്. പിന്നെ ഇതിന് നമ്മൾ സാധാരണ ജൈവവളമാണ് ഇടുന്നത്. എപ്പോഴും മറ്റുള്ള ചെടികൾക്കൊക്കെ ഇടുന്ന മാതിരി ജൈവവളമാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലേശം പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒരു ബുഷായിട്ട് നമുക്ക് വളർത്താം ഇത്. അപ്പോൾ സ്ഥലമുള്ളവർ ഒരെണ്ണം വെച്ചാൽ നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മുടെ സീതാപ്പഴം കഴിക്കുന്നതിനെ അതേമാതിരി തന്നെയുള്ളൊരു ഫ്രൂട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു തൈ വയ്ക്കുക, സ്ഥലമുള്ളവർ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് വിശേഷങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത് കായ്ച്ച് പൂന്ന് മാറി കായായിട്ട് ആ സമയത്ത് ഞാൻ വീണ്ടും പറയാം. ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.